അമ്മ എക്സിക്യൂട്ടീവിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയുന്നത് പിന്നെ അമ്മയുടെ നിയമാവലിക്കനുസരിച്ചാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറച്ച് കിട്ടിയ ആളുകൾ എടുത്തിരിക്കുന്നത്. എന്താണ് ഇപ്പൊ പിഷാരടി അതിലുള്ള ഒരു? അല്ല, ഞാൻ അമ്മയ്ക്ക് ഇന്നലെ ഒരു കത്തെഴുതി. അമ്മയുടെ പുതിയ ഭാരവാഹികൾക്ക് ഒരു ചുമതല എടുത്ത ശേഷം ആദ്യമായിട്ട് അയക്കുന്ന ഒരു കത്തെന്നുള്ള നിലയിൽ ഞാൻ അയച്ചതിൽ ഞാൻ ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അമ്മ സംഘടനയിലെ സ്ത്രീ സംവരണം, സ്ത്രീകൾ 30% വേണമെന്നുള്ളതാണ്. 30 or 40 വേണമെന്നുള്ളതാണ്. അതായത് നമ്മുടെ ടോട്ടൽ കമ്മിറ്റി അംഗങ്ങളിൽ 4 പേരെങ്കിലും സ്ത്രീകളായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ 4 പേർക്ക് വേണ്ടി കൃത്യമായി സീറ്റ് സംവരണം ചെയ്ത് മാറ്റുക. ഇന്ന സീറ്റ് സ്ത്രീകൾക്കുള്ളതാണ്, അവിടെ സ്ത്രീകൾ മാത്രം മത്സരിക്കുന്നു, പുരുഷന്മാർ മത്സരിക്കുന്നില്ല. ഇപ്പോൾ 4 സീറ്റാണ് ഉള്ളതെങ്കിൽ 4-ൽ കൂടുതൽ ആളുകൾ വന്നാൽ മാത്രം ഇലക്ഷൻ, അല്ലെങ്കിൽ അവർ നോമിനേറ്റ് ചെയ്ത് അവർ ആ സ്ഥാനത്ത് ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ സംവരണം ചെയ്യുക എന്നുള്ളതാണ് ആ കത്തിൽ പ്രധാനമായിട്ട് ഉള്ളടക്കമായിട്ട് ഞാൻ വെച്ചത്. ഞാനത് വെക്കാനുണ്ടായ കാരണം, നമ്മുടെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ സ്ത്രീകൾക്ക് താരതമ്യേന വോട്ട് കുറഞ്ഞുപോയി. വോട്ട് കുറഞ്ഞു പോയപ്പോഴും അവരെ ഉൾപ്പെടുത്തുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ സംവരണം 4 പേര് വേണമെന്ന നിയമം നടപ്പിലാക്കുക എന്നത് ആ സംഘടനയുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് വോട്ട് കുറഞ്ഞ പുരുഷന്മാർ മാറിയിട്ട് ആ സ്ഥാനത്തേക്ക് സ്ത്രീകളെ കയറ്റുക എന്നുള്ളതാണ് ബൈലോ പ്രകാരം നടന്നത്. അപ്പോൾ വോട്ട് കൂടിയ പുരുഷന്മാർ മാറ്റിയിട്ട്, അത് അങ്ങനെയല്ല, പുരുഷന്മാരുടെ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞവർ പരമാവധി മാറ്റിയിട്ട് സ്ത്രീകളെ അങ്ങോട്ട് നോമിനേറ്റ് ചെയ്ത് കയറ്റുക എന്നുള്ളതാണ് തീരുമാനം ഉണ്ടായത്. അപ്പോൾ അതിലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ജനാധിപത്യപരമായിട്ട് വോട്ട് കൂടുതൽ കിട്ടിയ ആൾ ജയിക്കണമല്ലോ. നമുക്ക് വോട്ട് ചെയ്ത ഒരാൾ, ഞാൻ നിനക്ക് വോട്ട് ചെയ്തു, പക്ഷെ നിങ്ങൾ അവിടേക്ക് വന്നില്ല, ഇതെന്ത് ന്യായമാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ഉത്തരവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സ്ത്രീകളെ നമ്മൾ ഏറ്റവും മാതൃകാപരമായിട്ട് നോക്കും. ഇപ്പം നമുക്ക് ജയിച്ച ശേഷം പോലും ഇവിടെ നിന്ന് ആളുകൾ മാറിക്കൊടുക്കുകയാണ് അവർക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനാകെ ആവശ്യപ്പെട്ട കാര്യം, ഇന്നലെ നമ്മുടെ ജയപരാജയങ്ങൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് സ്റ്റേജിൽ വെച്ച് ഇന്നയാൾക്ക് ഇത്ര വോട്ട് കിട്ടി, ഇന്നയാൾ വന്നു, പക്ഷേ ഇങ്ങനൊരു നിയമം ഉള്ളതുകൊണ്ട് അയാൾ മാറിക്കൊടുക്കുന്നു, പകരം ഇന്ന പോലെ. ഇപ്പം അൻസിബയാണ് വന്നിരിക്കുന്നത്. അൻസിബയൊക്കെ നമ്മുടെ സഹോദരിയാണ്, സ്വന്തം പോലുള്ള ആൾക്കാരാണ്. വളരെ സന്തോഷമാണ് അവരിതിലേക്ക് വരുന്നത്. അപ്പം ഞാൻ മാറിക്കൊടുത്തെങ്കിലും കൃത്യമായൊരു പത്രസമ്മേളനം വിളിച്ച് ഈ നടന്ന കാര്യങ്ങൾ പറയാതിരുന്നത് കൊണ്ട് ഞാൻ പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നത്. അപ്പം ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടത്, അങ്ങനെ ഒരു വാർത്ത വരുത്തേണ്ട ആവശ്യമില്ലായിരുന്നു, കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാക്കായിരുന്നു. മാത്രമല്ല, അടുത്ത തവണ തൊട്ട് ഇങ്ങനെ ജയപരാജയങ്ങൾ, അതായത് വോട്ട് കുറഞ്ഞാലും അവരെ ഉൾപ്പെടുത്തുന്നു എന്ന് പറയുന്നൊരു കാര്യമല്ലാതെ നമുക്ക് 4 സീറ്റ് കൃത്യമായിട്ട് സംവരണം ചെയ്ത് സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ള ആവശ്യമാണ് ഞാൻ വെച്ചത്. എന്നെ ലാലേട്ടൻ വിളിച്ചിരുന്നു, ചിലപ്പം മുമ്പ് സിദ്ദിഖ് വിളിച്ചിരുന്നു. അടുത്ത ജനറൽ ബോഡിയോട് കൂടി അങ്ങനെ കൃത്യമായിട്ട് 4 സീറ്റ് മാറ്റിവെക്കുന്നതിന് വേണ്ട നടപടികൾ എടുക്കാമെന്ന് അവരെനിക്ക് ഉറപ്പും തന്നിട്ടുണ്ട്. അതാണ് ഈ കത്ത് അയച്ചത്. കത്ത് പുറത്തു വന്നപ്പോൾ ഈ അമ്മയ്ക്കെതിരെ അതൃപ്തി രേഖപ്പെടുത്തി ആഞ്ഞടിച്ചു എന്നൊക്കെ പറഞ്ഞൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം നമ്മുടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരും കഷ്ടിച്ച് 500 പേരും അതിലൊരു 300-350 ആക്റ്റീവ് മെമ്പേഴ്സും ഉള്ളൊരു സംഘടനയാണ്. ഈ താരസംഘടന എന്നുള്ള ഒരു പേരാണ് വലിയ ബാധ്യത. കാരണം താരങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കിയെല്ലാം അഭിനയം തൊഴിലാക്കി ഇറങ്ങി പുറപ്പെട്ടവരും അത്രയധികം വെള്ളിവെളിച്ചത്തിൽ നിൽക്കാൻ സാധിക്കാത്തവരുമുണ്ട്. അവരെയൊക്കെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണല്ലോ ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിനോടൊപ്പം എപ്പോഴും വളരെ ശക്തമായിട്ട് ഞാൻ നിൽക്കാറുണ്ട്, അവരുടെ സ്റ്റേജ് ഷോകൾക്കൊപ്പം നിൽക്കാറുണ്ട്, എല്ലാ കാര്യത്തിനും നിൽക്കുന്ന ആളാണ്. ഇപ്പോഴും ഇത്തരത്തിലൊരു ആവശ്യം വരുമ്പം യാതൊരു പരാതിയുമില്ലാതെ അവിടെ നിന്ന് മാറാനും തയ്യാറാണ്. അപ്പം നമ്മൾ വോട്ട് കിട്ടി മാറി അതിനുശേഷം ഇങ്ങനൊരു വാർത്തകൾ വന്നപ്പം അമ്മയ്ക്കൊരു കത്തയച്ചു എന്നുള്ളതുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് കത്തിന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, അതായത് സ്ത്രീകൾക്കുള്ള 4 സീറ്റുകൾ അത് സംവരണം ചെയ്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞ കാര്യം തീർച്ചയായും പരിഗണിക്കുമെന്നും അടുത്ത ജനറൽ ബോഡിയിൽ അത് പാസ്സാക്കി എടുക്കാമെന്നും ലാലേട്ടനും സിദ്ദിഖുമല്ല ഇപ്പം ഉറപ്പ് വന്നിട്ടുണ്ട്. അല്ല, വിമതനല്ല, അതാ ഞാൻ പറയുന്നത്. ഇവിടെ ഇത്ര ആൾക്കാരല്ലേ ഉള്ളൂ. ഇതിലെ ആളുകളുടെ ഒരു താരമൂല്യം കൊണ്ട് ഇതിനൊരു വാർത്താ പ്രാധാന്യം ലഭിക്കുന്നു എന്നുള്ളതിനപ്പുറം ഇതിന് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലല്ലോ. കാര്യം നമ്മൾ അമ്മ സംഘടന, ഇപ്പം ഞാൻ ചിലപ്പോൾ ചില കമന്റൊക്കെ വായിക്കാറുണ്ട്, എന്ത് ചെയ്തു, നാട്ടിന് എന്ത് ഗുണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ വെള്ളപ്പൊക്കത്തിന് ഏതാണ്ട് 5 കോടി രൂപ ഷോ ചെയ്ത് കൊടുത്തതുകൊണ്ട് അതിന് മുമ്പ് 50 ലക്ഷം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലെ അംഗങ്ങളെല്ലാം കൂടെ കൊടുത്തിട്ടൊരു 10 രൂപയെങ്കിലും വെള്ളപ്പൊക്ക സമയത്താണെങ്കിലും അല്ലെ ആംബുലൻസുകൾ കൊടുക്കുമ്പോഴും ഈ കോവിഡിന്റെ സമയത്ത് മൊബൈലുകൾ വിതരണം ചെയ്യുമ്പോഴും എല്ലാം സമൂഹത്തിലേക്കും അകത്തുള്ളവരെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കിതിനോട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വിമതസ്വരം ഉയർത്തേണ്ട ആവശ്യകതകളില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരൊക്കെ തന്നെയാണല്ലോ. 3 ആയിട്ടുള്ളൂ. ഇനി ഒരാളെ നോമിനേറ്റ് ചെയ്തെടുക്കും. തർക്കം ഉണ്ടാകാതെ തീരുമാനിക്കാൻ പറ്റും. ഇതും ഇപ്പൊ സത്യത്തിലൊരു വലിയ തർക്കം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എനിക്ക് മാറുന്നതിന് വിഷമമില്ലായിരുന്നു. അത് തർക്കമില്ലാണ്ട് തന്നെ തീരുമാനിക്കാവുന്നതാണ്.
ഇതാണ് വിഷയം. ഈ ജനാധിപത്യത്തിന്റെ നിയമവും അമ്മയുടെ ബൈലോയിലുള്ള കാര്യവും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു ചെറിയ ഈ പാലും വെള്ളവും പോലെ രണ്ടും നല്ലതാണ്, പക്ഷെ ചേർക്കുമ്പോൾ ആൾക്കാർ മായം ചേർത്തു എന്ന് പറയുന്ന പോലെയുള്ള പ്രശ്നമാണ്. അപ്പം അത് പരിഹരിക്കാൻ അടുത്ത തവണ സാധിക്കുന്നു വിശ്വസിക്കുന്നു. അംഗങ്ങൾക്കും അറിയില്ല. അംഗങ്ങൾക്കും അതാണ് ആൾക്കാർ വോട്ട് ചെയ്ത ശേഷം എങ്ങനെ ഇത് വന്നു എന്നുള്ള ചോദ്യങ്ങൾ അംഗങ്ങളും ചോദിച്ചിരുന്നു. അംഗങ്ങളിലും പലരും ഇതിന്റെ ബൈലോ കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നും മനസ്സിലാക്കിയല്ലോ വരുന്നു. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ എത്ര പേര് നമ്മുടെ ഭരണഘടന നോക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ അംഗങ്ങൾക്ക് അതറിയില്ല. അപ്പൊ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ പെട്ടെന്ന് ഒരുപാട് വോട്ട് കിട്ടിയ ആൾക്കാർ മാറുന്നു, അല്ലാതെ കയറി വരുന്നു എന്നൊക്കെ പറയുന്നതിനുണ്ടായ കൺഫ്യൂഷൻ കൊണ്ടാണ് അംഗങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടായത്. ഇത് ഇപ്പൊ ക്ലിയർ ആക്കുക. ഞാൻ ലാലേട്ടനോട് ഇത്തിരി വിളിച്ച് സംസാരിച്ചിരുന്നു. ലാലേട്ട ഇതാണ് സംഭവം, മോനെ ഉറപ്പായിട്ടും നമുക്ക് അടുത്ത തവണ ഈ 4 പേരുടെ സീറ്റിന്റെ കാര്യം 4 സംവരണ സീറ്റുകൾ നമുക്ക് പരിഗണിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വളരെ മാതൃകാപരമായൊരു കാര്യമാണ് ചെയ്യുന്നത്. നമ്മൾ മാറുക, മറ്റൊരാളെ കയറ്റുക എന്ന് പറയുന്നത്. അതിനിങ്ങനെ നമ്മളൊരു പത്രക്കുറിപ്പ് ഔദ്യോഗികമായിട്ട് ഇറക്കാത്തത് കൊണ്ടാണ് തോറ്റുപോയി എന്നുള്ള രീതിയിൽ വന്നത് എന്ന് പറഞ്ഞ് എല്ലാം ശോകയായി. ആയിക്കോട്ടെ. എന്തോ ചോദിച്ചു? അല്ല, ഒരു കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് എനിക്ക് തോന്നുന്നത് കേട്ടോ, അതിനകത്ത് വ്യക്തിപരമായ കുറെ കാര്യങ്ങൾ ഉണ്ടാവണമല്ലോ. ഓരോരുത്തരുടെയും പ്രൈവസി സംരക്ഷിക്കേണ്ട അങ്ങനെ ഒരു നിയമം കൂടെ ഭരണഘടനയിലുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കണം, എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല, അതുകൊണ്ടായിരിക്കും അത് പ്രസിദ്ധീകരിക്കാത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്.